നീ എന്നാ കയറിയിട്ട് വാ, ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. സാറ് പേടിച്ചു പോയോ? അത് ഇവിടെയൊക്കെ അലഞ്ഞിരിഞ്ഞ് നടക്കണ ഒരുത്തനാ. ഇടയ്ക്ക് വല്ലപ്പോഴും കയറി വരും. വന്നാൽ തന്നെ കല്ലറക്കടുത്തിരിക്കാറാ പതിവ്. ഇയാൾ എന്തിനാ എപ്പോഴും അവിടെ ഇരിക്കുന്നത്? മറ്റുള്ളവർക്കൊരു ഉപദ്രവല്ലേ? അങ്ങനെ ആരെ ഉപദ്രവിക്കാറൊന്നുമില്ല സാറേ. ഇയാൾ ഇത്ര സന്തോഷത്തോട് കാണുന്നതന്നെ ഞാൻ ആദ്യമായിട്ടാ. സാറിന് ഇയാളെ നേരത്തെ പരിചയമുണ്ടോ? എനിക്ക് ഇയാളെ അറിയത്തൊന്നുമില്ല. അല്ല, ആ കല്ലറയ്ക്ക് അകത്ത് ഇയാളുടെ ആരാ? അതിനാ കല്ലറയ്ക്കകത്ത് ആരുമില്ല സാറേ. അതൊരു പെൺകൊച്ചിന്റെ കല്ലറയാ. സംഭവം നടന്നിട്ട് 4-5 വർഷമായി. ഇത് പത്രത്തിലും ചാനലിലും ഒക്കെ ഒരുപാട് ഒച്ചപ്പാടുണ്ടാക്കിയതല്ലേ. സാറ് സംഭവത്തെ കുറിച്ച് കേട്ടിട്ടില്ല? ഇല്ല, ഞാൻ കുറച്ചു കാലം പുറത്തായിരുന്നു. എന്താ സംഭവിച്ചത്? സംഗതി കൊന്നതാ. പക്ഷേ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതിന്റെ പേരിൽ ഒരുത്തരെ പോലീസ് കുറെ കാലം കൊണ്ടുപോയി ജയിലിലിട്ടു. എന്നിട്ട് ബോഡി കിട്ടിയില്ലല്ലോ. പിന്നെ ആവശ്യത്തിന് തെളിവില്ല. ബോഡി കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ കലർക്കകത്തെന്താ? അതാ കൊച്ചിനെ തന്തേം തള്ളേം ഒരു ഓർമ്മയ്ക്ക് വേണ്ടി വെച്ച വേറൊരു ഫലകമാ. എന്താടോ? നന്നായി. ഞാൻ എവിടെയൊക്കെ തിരക്കി. എന്തിന്? അവിടെ വലിയ ചെങ്കടൻ തിരക്കുന്നുണ്ട്. അയ്യോ, ഞാനതങ്ങ് മറന്നു. ഓ, എന്താ സാറേ, ഞാനങ്ങോട്ട്. ശരി. അല്ല, സാറ് ഇവിടെ തന്നെ നിൽക്കണോ? വൈഫ് പള്ളിക്കകത്തുണ്ട്, ഞാൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ആയിക്കോട്ടെ. കപ്പിയാരൊന്ന് പെട്ടെന്ന് വാ, അല്ലെങ്കിൽ തന്നെ അച്ഛന് പരാതിയാ. ഈ അച്ഛന് വയസ്സാം കാലത്ത് വേറെ പണിയൊന്നുമില്ല. ഹലോ അർജുൻ, പറയടാ. അങ്ങനെ പറയാൻ മാത്രം വിശേഷമൊന്നുമില്ല. അവിടെ എന്താ അവസ്ഥ? ഓക്കേടാ. എടാ, ഞാനൊരു ഒരാഴ്ചക്കുള്ളിലെത്താം. ഓക്കെ. ഓഫീസിൽ നിന്ന് അർജു വരുന്നു. ഒരു പ്രൊമോഷൻ മണക്കുന്നുണ്ട് മോളെ. അവനത് പറയാൻ വിളിച്ചാ. ശരിക്കും കണ്ടോ, ഞാൻ രാവിലെ പള്ളി പോയി പ്രാർത്ഥിച്ചതിന്റെ ഫലമാ. അയ്യടാ, അല്ലാതെ എന്റെ ഹാർഡ് വർക്കിന്റെ ഗുണം കൊണ്ടൊന്നല്ല. ഇതൊക്കെ എപ്പോഴാ എടുത്തേ? എന്നെ പള്ളിക്കകത്ത് കയറ്റി വിട്ടിട്ട് ഫോട്ടോ എടുപ്പായിരുന്നല്ലേ പണി. ആരെയാണ്? അറിയില്ല, സെമിത്തേരിയിൽ വെച്ച് കണ്ടതാ. കണ്ടപ്പോ പെരുമാറ്റം കുറച്ച് അൺയൂഷ്വലായി തോന്നി. ഓ, ഇതാ മിയ ഫെർണാണ്ടസിന്റെ കല്ലറിയല്ലേ? നിനക്കറിയോ? പിന്നെ അറിയാതെ. ജേർണലിസം പഠിക്കുന്ന സമയത്ത് ഇതിന്റെ പുറകെ ഞാൻ കുറേ നടന്നതാ, ഒരു ഫീച്ചർ ചെയ്യാൻ വേണ്ടിട്ട്. എന്നിട്ട് നീ അത് കംപ്ലീറ്റ് ചെയ്തോ? എവിടുന്ന്? ഇതിനു വേണ്ടിട്ട് കുറെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തെന്നല്ലാണ്ട് ഒരു ഉപകാരം ഉണ്ടായില്ല. അതൊക്കെ ആ സ്റ്റോർ റൂമിൽ കെട്ടി കിടക്കുന്നുണ്ട്. എന്നിട്ട് ആ പള്ളിയിലെ കപ്പ്യാര് പറഞ്ഞല്ലോ ഇതുമായി ബന്ധപ്പെട്ട് ആരെയോ അറസ്റ്റ് ചെയ്തോന്ന്. അതിനു പുറകെ പിന്നെ അന്വേഷിക്കുന്നുണ്ടായില്ലേ? അതവളുടെ കോളേജിൽ പഠിച്ചിരുന്ന പയ്യനായിരുന്നു. കുറച്ചു നാളത്തെ വിചാരണയ്ക്ക് ശേഷം കോടതി അയാളെ വെറുതെ വിട്ടു. ഇപ്പൊ വരാട്ടോ. സാറയുടെ മരണത്തിന് ശേഷം 23 എന്ന നമ്പറിനോട് എനിക്ക് വല്ലാത്തൊരു ആകർഷണം തോന്നി തുടങ്ങി. ഞാൻ കേൾക്കുന്നതും കാണുന്നതുമായ കാര്യങ്ങളെല്ലാം 23-ലെത്തി നിൽക്കുന്നു.
അതിനിടയ്ക്ക് ഒരു ദിവസം അവൾ എന്നെ കാണാൻ വന്നു. അവളെക്കുറിച്ച് ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ല. ലൂസിയ, എനിക്ക് അവളെ ജീവനായിരുന്നു. മതി വായിച്ചത്. ഇത് എത്ര നേരമായി? ഉറങ്ങാനൊന്നും ഉദ്ദേശമില്ലേ? ദാ പോരാ. വാ. ആൻ, നിനക്ക് അറിഞ്ഞൂടെ ഞാനത് വായിച്ചോണ്ടിരിക്കുകയാണെന്ന്. ഡോണ്ട് ഡിസ്റ്റർബ് മീ. അതിനെന്തിനാ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? ഞാൻ ചുമ്മാ തമാശക്ക്. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇരുപത്തിമൂന്ന് എന്റെയും ലൂസിയുടെയും ജീവിതത്തിൽ വിള്ളൽ വരുത്തി തുടങ്ങിയിരിക്കുന്നു. എന്തു പറ്റി? ഇന്ന് നേരത്തെ ആണല്ലോ. ആർക്കെയാ വന്നിരുന്നോ? ഞങ്ങൾ തമ്മിലുള്ള ബന്ധം നാൾക്ക് നാൾ വഷളായിക്കൊണ്ടിരുന്നു. ആ, രവി അങ്കിൾ, കണ്ടിട്ട് കുറെ നാളായല്ലോ. പിന്നെ തന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലാതെ പോണു. ഞാൻ ചായ എടുക്കാം. ഓ ഷുവർ. ആ മറന്നു, കൺഗ്രാറ്റ്സ്. എന്തിനാ അങ്കിൾ? തന്റെ പ്രൊമോഷന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഓ, താങ്ക് യു. ആന്റിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ആ കുഴപ്പമില്ല. വല്ലപ്പോഴൊക്കെ അതിലേക്കൊന്ന് ഇറങ്ങണോ? വരണം എന്ന് വിചാരിക്കും, പക്ഷെ സമയം കിട്ടണ്ടേ. നാട്ടിലെത്തിയിട്ടും തന്റെ തിരക്ക് ദൂരെ കഴിഞ്ഞില്ല. ഇതേതാ ബുക്ക്? ഇത് സൗമ്യ ഗിഫ്റ്റ് ചെയ്തതാ. എങ്ങനെയുണ്ട്? വായിച്ചു കഴിഞ്ഞാണോ? ഏയ്, വായിച്ചു തുടങ്ങിയതേ ഉള്ളൂ. തനിക്ക് വായനാശീലമൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് വായിച്ചു എന്നുള്ളൂ. തനിക്ക് എത്ര ദിവസത്തെ ലീവ് ഉണ്ട്? ഒരാഴ്ച ഉണ്ടാവും. എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കണമെന്നുണ്ട്. ഫ്രെഡി, തനിക്ക് എന്താ പറ്റിയത്? താൻ ആകെ ഡിസ്റ്റർബ്ഡ് ആണോ? അതിനുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായോ? ഏയ്, അതെന്താ അങ്കിൾ അങ്ങനെ ചോദിച്ചത്? ഹേയ്, തന്നെ എന്തോ കാര്യമായിട്ട് അലട്ടുന്നുണ്ട്, അതുറപ്പാ. എന്താടോ കാര്യം പറയേ. ശരിയാ, ഞാനത് ആരോടാ പറയാന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ചിലപ്പോൾ അങ്കിളിന് എന്നെ സഹായിക്കാൻ കഴിയും. ഷുവർ, താൻ കാര്യം പറയേ. ഇതെല്ലാം എൻ്റെ വെറും തോന്നലായിരിക്കാം. എല്ലാം ഇത് വായിച്ചു തുടങ്ങിയപ്പോൾ ഉണ്ടായ സംശയങ്ങളാ. അതൊക്കെ ചെന്ന് എത്തുന്നതോ ഒരു നമ്പറിലും. നമ്പറിലോ? യെസ്, നമ്പർ 23. ഇതിലെ പല ഇൻസിഡൻസും ആ നമ്പറുമായി കണക്റ്റഡ് ആണ്. ഇനി ഇത് വായിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, ഞാൻ എവിടെ നോക്കിയാലും ആ നമ്പർ തന്നെ കാണുക. എല്ലാം ചെന്നെത്തുന്നത് ആ നമ്പറിലാ, 23. എന്താ അങ്കിൾ? ഹേയ്, അങ്കിളിന് എന്താ ഞാൻ അല്പം അബ്നോർമൽ ആയി തോന്നുന്നുണ്ടോ? അതൊന്നും അല്ലടോ. ഐ തിങ്ക് ദിസ് ഈസ് 23 എനിഗ്മ. വാട്ട്?
23 എനിഗ്മ. മുമ്പ് എപ്പോഴോ ഞാനൊരു ആർട്ടിക്കിളിൽ വായിച്ചിട്ടുണ്ട്. താൻ പറഞ്ഞു വെച്ച് നോക്കുമ്പോ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ 23 എനിഗ്മയെ പറ്റി ആയിരിക്കണം. താൻ പിടിച്ച് വെയിറ്റ്, ഐ വിൽ ഷോ യു സംതിങ്. ഇത് റിയലി ഇൻട്രസ്റ്റിംഗ്. ലുക്ക്, ചിലർ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ചില നമ്പറുകളുമായിട്ട് ബന്ധപ്പെടുത്താൻ ശ്രമിക്കും. ബട്ട് വൈ 23? തനിക്കറിയില്ലേ, നമ്മളിൽ പലരും നമ്പേഴ്സിൽ വിശ്വസിക്കുന്നവരാണ്. അതായത് 7 ലക്കി, 13 അൺലക്കി. വെൻ ഇറ്റ് കംസ് ടു നമ്പർ 10, അത് പ്ലേയേഴ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്പറാണ്. അതുപോലെ 23 എന്ന നമ്പറിന് ചില പ്രത്യേകതകളുണ്ട്. ഇരിക്കും, ഈ സംഖ്യ നമുക്ക് ചുറ്റുമുള്ള പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം 23 സെക്കൻഡ്. അതുപോലെ നമ്മുടെ ശരീരത്തിലെ എന്താ പറയാ, ക്രോമസോംസ്. അതെ, നമ്മുടെ ശരീരത്തിൽ 46 ക്രോമസോംസ് ഉണ്ട്. അതിൽ 23 അമ്മയിൽ നിന്നും 23 അച്ഛനിൽ നിന്നുമാണ് ലഭിക്കുന്നത്. സി അഗൈൻ 23. ഇനി നമ്മുടെ ഭൂമി കറങ്ങുന്നത് അത് 23 ഡിഗ്രി ചരിഞ്ഞിട്ടാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇനി അതിലും രസകരമായിട്ടുള്ളൊരു കാര്യം, 2/3 ഈക്വൽസ് 0.666. ഡെവിൾസ് നമ്പർ. എക്സാക്ട്ലി. പക്ഷേ ഇതൊക്കെ ഒരു വിശ്വാസമാണ്. ബട്ട് മോർ ദാൻ ദാറ്റ്, ഇറ്റ്സ് പാരനോയ. ഇങ്ങനെയുള്ളവര് എല്ലാത്തിലും ഒരു കോമൺ ലിങ്ക് കണ്ടെത്താൻ ശ്രമിക്കും. ഏയ്, നമ്മൾ ഈ പസിൽസ് കളിക്കാറില്ലേ, ആ ഒരു ലാഘവത്തോടി കണ്ടാ മതി. കമോൺ മാൻ. വിത്ത് ലവ്, ജോൺ റയാൻ. നോഹ. ഞാൻ അത്യാവശ്യം വായിക്കുന്ന ആളാണെങ്കിലും ഇങ്ങനെ ഒരാളെ പറ്റി ഇതുവരെ കേട്ടിട്ടില്ല. അങ്കിൾ ഹായ്. ചായ. ആ, എന്താ നിന്റെ നെയ്ബർ? ഗീത ആന്റി. അവരുടെ ആ പ്ലോട്ടിന് ബയർ വന്നിട്ടുണ്ട്. നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കണ്ടോ? ആന്റിക്ക് കുറച്ച് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടെന്ന് തോന്നുന്നു. അതാ. ശരിയാക്കാം, ഏറിയാൽ ഒരാഴ്ച. ഓക്കെ. ആ, സോറി. ഹലോ. ആ സർ, എത്തിയോ? എവിടെ? വൈറ്റ് ഫോർട്ട്. ഓക്കെ സാർ, ഒരു 5 മിനിറ്റിൽ ഇവിടെ എത്താം. ഓ, ഓക്കെ ഫ്രെഡി, അപ്പൊ ഇറങ്ങട്ടെ. ഒരു ചെറിയ ഡീല്, കുറച്ച് കാശ് കിടക്കണം കേസാ. ഓക്കെ, അപ്പൊ നാളെ ഓഫീസിൽ കാണാം. ഓക്കെ. ടേക്ക് കെയർ.